ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കുർമേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ബീഫ് കുർമക്ക് വേണ്ടിയിട്ട് ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഒരു സവാള, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോണത്. പിന്നെ അതാ അരക്കപ്പ് തേങ്ങയും അതുപോലെ ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ ഒന്ന് പെട്ടെന്ന് സ്മൂത്തായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നിട്ടാണ് നമ്മൾ തേങ്ങേൻ്റെ കൂടെ അരക്കണത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. ബീഫ് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. അപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കറിക്ക് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നു. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് കീറി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ചെറിയ പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഇത് നമ്മൾ ബീഫിൻ്റെ കൂടെ വെന്ത് വരുമ്പോൾ തന്നെ ഇതൊക്കെ വെന്ത് അലിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പം ചെറിയ പീസ് ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരുവിധം തക്കാളിയും അതുപോലെ സവാളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മതിയാവും. ഒരു 1/2 കിലോ ബീഫല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് 1 സ്പൂൺ തന്നെ മതിയാവും. കുരുമുളക് പൊടി കൂടിയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളെ കറീൻ്റെ കളർ തന്നെ മാറിപ്പോവും, ഒരു കറുത്ത കളറായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 1-1.5 സ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേവാൻ ആവശ്യമായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ കറക്റ്റ് സമയമൊന്നും പറയണില്ല. അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക വെന്തുകണോ എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ബീഫ് കുറച്ചും കൂടെ വേവ് കൂടുതലുള്ള ബീഫാണ്. അതുകൊണ്ട് ഒരു 15-16 വിസിൽ വരെ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ബീഫ് വേവാനായിട്ട്. ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരപ്പാണ്. കാഷ്യൂനട്ടും തേങ്ങയും കൂടെ അരച്ച് വെച്ചതാണിത്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് കറിയിലോട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് തേങ്ങേൻ്റെ അരപ്പ് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ കോക്കനട്ട് പൗഡർ ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം വെച്ചൊന്നും തിളപ്പിക്കണ്ട. പിന്നെ ഞാൻ ഇത് പത്തിരിയിലോട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തൈരൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കറി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബീഫ് ചേർത്ത സമയത്ത് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. നല്ലൊരു ടേസ്റ്റാണ് തൈര് ചേർക്കുമ്പോൾ. ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.
ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്